ഹലോ മക്കളെ, നമ്മുടെ ജെഇ മെയിൻ എക്സാമിന് ഏകദേശം ഒരു മാസമോളേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എല്ലാ ചാപ്റ്റേഴ്സൊന്നും പഠിച്ച് എല്ലാ തിയറിയും ഫോക്കസ് ചെയ്ത് പോകാനുള്ള സമയം ആക്ച്വലി നമുക്കില്ല. പക്ഷെ എന്തായാലും പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കോർഡിനേഷൻ കെമിസ്ട്രി. ഇനോർഗാനിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, നിങ്ങൾക്ക് ജെഇ മെയിൻ ഫേസ് 1 എക്സാമിൻ്റെ ക്വസ്റ്റൻ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് എന്ത്, കോർഡിനേഷൻ കെമിസ്ട്രി. അപ്പം ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് എന്തായാലും പോയിട്ട് പഠിക്കുക. അല്ലാണ്ട് എല്ലാ ചാപ്റ്ററും പഠിച്ച് നമുക്ക് അതിൽ മാസ്റ്റർ ആവാനുള്ള സമയം ഇനി നമുക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന കാര്യം, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ഒരു ഡീസൻറ്റ് സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പഠനം അങ്ങനെ ആയിരിക്കണം. ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യുക, തിയറി ഫോക്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ ചുറ്റുപാടുള്ള തിയറി പഠിക്കുക. അല്ലാണ്ട് ഫുൾ തിയറി അങ്ങനെ NCERT വായിച്ച് അണ്ടർലൈൻ ചെയ്ത് പോകാനുള്ള സമയം നമുക്കിനിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് ഈ കോർഡിനേഷൻ കെമിസ്ട്രി. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഓഫ് ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ CFS നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ടാമത്തെ കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെയും CFS നിങ്ങൾ കണ്ടുപിടിക്കുക. ആ രണ്ടാളുടെയും CFS തമ്മിലുള്ള റിലേഷനാണ് ചോദ്യം. ഇയാളുടെ CFS എത്ര ടൈംസ് ആണ് ഇയാളുടെ CFS എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ നല്ലപോലെ വരുന്നൊരു ഭാഗമാണിത്. ആക്ച്വലി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് ചോദിക്കുന്ന CFS, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഭാഗം നല്ലപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കേ, കൊബാൾട്ട് ആണ്. കൊബാൾട്ടിൻ്റെ കൂടെ ലിഗൻഡ് ആരാ, ഓക്സലേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ആ ടോട്ടൽ കോംപ്ലക്സിൻ്റെ ചാർജ് 3- ആണ് തന്നിട്ടുണ്ട്. ഓക്സലേറ്റിൻ്റെ ചാർജ് നമുക്കറിയാം -2 ആണ്. അപ്പോൾ 3 ഓക്സലേറ്റോ -6 ആണ്. അപ്പോൾ ഈ -6 -3 ആവണമെന്നുണ്ടെങ്കിൽ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കിട്ടും, +3 കിട്ടും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, കൊബാൾട്ട് +3 ആണ്. കൊബാൾട്ട് +3ൻ്റെ കോൺഫിഗറേഷൻ എന്താ, 3d7 4s2 3 ഇലക്ട്രോൺ പോയാൽ ബാക്കി 3d6 ആണ് ഉണ്ടാവുക. അപ്പോൾ കൊബാൾട്ട് +3 3d6 ആണ് കോൺഫിഗറേഷൻ. പിന്നെ അറിയേണ്ട കാര്യം, ഓക്സലേറ്റ് സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കും. അപ്പോൾ 6 ഇലക്ട്രോൺ ഉണ്ട്. പെയറിങ് നടന്നാൽ എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുക, 1 2 3, 4ാമത്തെ ഇലക്ട്രോൺ മുകളിലോട്ട് പോകൂല, പെയറിങ് നടക്കുന്നില്ല പഠിപ്പിച്ചേ. അപ്പോൾ T2Gയിൽ തന്നെ 6 ഇലക്ട്രോൺ ഫില്ലാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. CFS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, താഴെ 6 ഇലക്ട്രോൺ ആണല്ലേ അല്ലേ, 6 ഇൻറ്റു താഴോട്ടുള്ള ഓരോന്നിൻ്റെയും സ്റ്റെബിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, താഴോട്ടായതുകൊണ്ട് ആണ്. അത് ഓരോന്നിൻ്റെയും 0.4 -0.4. അപ്പോൾ 6 ഇൻറ്റു -0.4 ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക, -2.4 കിട്ടും. അപ്പോൾ ഇതിൻ്റെ CFS എന്താ, -2.4 ആണ്. ഇനി അടുത്ത കോംപ്ലക്സ് കണ്ടുപിടിക്കാം. ക്രോമിയം ആണ്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, ക്രോമിയം 3+ കിട്ടും. ക്രോമിയം 3+ൻ്റെ കോൺഫിഗറേഷൻ എന്താ, 3d3 ആണ്. അവിടെ നിങ്ങൾ വീക്ക് ആണോ സ്ട്രോങ് ആണോ അറിയേണ്ട ആവശ്യമില്ല. കാരണം 3d3 ആണെങ്കിൽ വീക്ക് ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അതായത് 1 2 3 3 ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ. അത് വീക്ക് ആണെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്യാം. അപ്പോൾ താഴെ 3 ഇലക്ട്രോണുകളുണ്ട്. ഓരോന്നിൻ്റെയും -0.4 ആണ്. അപ്പോൾ 3 ഇൻറ്റു -0.4 എത്ര, -1.2 ആണ്. അപ്പോൾ ഇയാളുടെ CFS -2.4, മറ്റേ -1.2. അപ്പോൾ ഈ -2.4 എന്ന് വെച്ചാൽ ഈ -1.2ൻ്റെ 2 ടൈംസ് അല്ലേ. അപ്പോൾ എത്ര ടൈംസ് ആണെന്നാണ് ചോദ്യം, n ടൈംസ് എന്നാണ് പറയുന്നത്. n എന്താണെന്നാണ് ചോദ്യം, 2 ടൈംസ്. അപ്പോൾ 2 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അത്യാവശ്യം ഒരു ബേസിക് ലെവലിൽ പഠിച്ച ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ പഠിക്കുക, ടെൻഷനൊന്നും ആവേണ്ട. നിങ്ങൾക്ക് പറ്റുന്നത്ര പഠിക്കുക. അല്ലാണ്ട് റിസൾട്ട് ആലോചിച്ചിരുന്നാൽ ടെൻഷൻ കൂടും. നിങ്ങൾക്ക് എത്രയാണോ പഠിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ പഠിക്കുക. ബാക്കി ഒന്നും ആലോചിക്കേണ്ട, ബാക്കിയുള്ളവർ പറയുന്നതൊന്നും നോക്കണ്ട. ഈ ലാസ്റ്റ് സമയത്ത് അധികം നിങ്ങളങ്ങനെ മോട്ടിവേഷൻ ഒന്നും കേട്ടിരിക്കണ്ട. നിങ്ങൾ പറ്റുന്ന പഠിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഫുഡൊക്കെ കഴിക്കുക, എക്സാം പ്രോപ്പറായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് എക്സാം ചെയ്യുക. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഡീസൻറ്റ് സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തും എന്ന് പറയാം കേട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കുക. വീണ്ടും കാണാം. അതുവരെ